ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു യാത്ര പോവുകയാണ്. ഞാൻ ഡ്രൈവ് ചെയ്ത് സിഡ്നിക്ക് പോവുകയാണ്. അതുമല്ല, എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മൂമെൻറ്റ്സും കൂടിയാണ് വരാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. സോ എനിക്ക് മോറീന് സിഡ്നിക്ക് അറൗണ്ട് 650 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. സിംഗിൾ ഡ്രൈവ്, ഒരിടത്തും സ്റ്റോപ്പ് ചെയ്യാതെ അറൗണ്ട് 7.5 hours ഉണ്ട് ഡ്രൈവ് ചെയ്യാൻ. നേരെ നാട്ടിലേക്ക് പോവുകയാണ്. വേറൊന്നുമല്ല, ഞാൻ ഈ പ്രവാസി ജീവിതം, അതായത് ഇന്ത്യ വിട്ട് പുറത്തോട്ട് വർക്ക് ചെയ്യാൻ പോയിട്ട് ഇപ്പോൾ അറൗണ്ട് 6-7 വർഷത്തിന് മുകളിലായി. അന്ന് മുതലേ കരുതുന്ന ഒരു കാര്യമാണ് അച്ഛനും അമ്മയും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണം, പുറത്തോട്ട് കൊണ്ടുവരണം. കാര്യം അച്ഛൻ പണ്ട് ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അമ്മ ഇന്ത്യ വിട്ട് ഇതുവരെ പോയിട്ടില്ല, ഫ്ലൈറ്റിൽ കൂടുതലും കയറിയിട്ടില്ല. അപ്പം അങ്ങനൊരു നിമിഷം വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. സിഡ്നിയിൽ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിൽ പോവുക. നാട്ടിൽ നിന്ന് പിറ്റേ ദിവസം അവരെയും കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് പോരുക. ഇതാണ് പ്ലാന്. സോ സിഡ്നിയിൽ നമുക്ക് കാറ് ഞാനൊരു 3 days പാർക്കിംഗ് എടുത്തു. 7th floor 8th floor പാർക്കിംഗ് കിട്ടി. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. സിഡ്നിയിലെ ഈ കാർ പാർക്കിംഗ് വളരെ ചീപ്പായിട്ട് എനിക്ക് കിട്ടിയതാണ്. അതെങ്ങനെ ബുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും വരുന്നതെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. കാര്യം ഈ ചെറിയൊരു വീഡിയോ ആണ്, ഞാൻ വലുതായിട്ട് ഷൂട്ട് ചെയ്യുന്നതുമില്ല. അപ്പം നമ്മൾ കാറ് എനിക്ക് പാർക്കിംഗ് കിട്ടിയത് 6th ഫ്ലോറിന് മുകളിലോട്ട് എവിടെ വേണോ പാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 6, 7, 8 ഈ 3rd floor, ഈ 3 ഫ്ലോറിൽ എവിടെ വേണോ പാർക്ക് ചെയ്യാൻ. എനിക്ക് 7th ഫ്ലോറാണ് കിട്ടിയത് കംഫർട്ടബിളായിട്ട്. ബാക്കി എല്ലായിടത്തും ഫില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 7th ഫ്ലോറിൽ കാറ് പാർക്ക് ചെയ്തു. അവിടെ നിന്ന് നേരെ കാര്യം നമുക്ക് ഈ പാർക്ക് ചെയ്യുന്നിടത്തിന് തന്നെ നമുക്ക് ഷട്ടിൽ ബസ് എയർപോർട്ടിലോട്ടുണ്ട്. അപ്പം അത് കുറച്ച് കംഫർട്ടബിളാണ്. അതിൻ്റെ കൂടെ അതിന് നമുക്ക് എക്സ്ട്രാ ഒരു $10 എക്സ്ട്രാ പേ ചെയ്താൽ മതി. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ബുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ. ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനത് പറഞ്ഞുതരാം. സോ അവിടെ കാര്യം എയർപോർട്ടിന് അടുത്താണ്, തീരെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 2 kilometers ഉള്ളൂ പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു. എനിക്ക് 50th കാർ പാർക്കിങ്ങിൽ ഞാൻ കാറിട്ടു. അവിടെ നേരെ താഴോട്ടിറങ്ങി പോയാൽ നമുക്കവിടെ ഷട്ടിൽ ബസ് വന്ന് ഇപ്പോൾ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഷട്ടിൽ ബസ് എടുത്ത് എയർപോർട്ടിലോട്ട് പോകാമെന്നുള്ളൂ. ഈ ട്രിപ്പിലൊരു ഹാർഡസ്റ്റ് കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു റിസ്ക് എടുക്കുകയാണ്. വേറൊന്നുമല്ല, കാര്യം ഞാനിവിടെ നിന്ന് മോറീന് സിഡ്നിക്ക് ട്രാവൽ ചെയ്തു. അത് അറൗണ്ട് 7.5 hours. അവിടെ നിന്ന് ഒരു 2 hours കഴിഞ്ഞാൽ 3 hours കഴിഞ്ഞ് ഫ്ലൈറ്റാണ് നാട്ടിലോട്ട്. അവിടെ നാട്ടിൽ അറൗണ്ട് ഞാനൊരു 11 മണിയാകുമ്പോൾ എത്തും. എൻ്റെ ഒരു ഊഹം 11 മണിക്ക് എത്തും. അവിടെ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്ത്, വീട്ടിൽ നൈറ്റ് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് ഈവനിങ് ഇതേ സെയിം ഫ്ലൈറ്റിൽ തിരിച്ചു വരികയാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നല്ല ടയേർഡാകാൻ പോകുന്ന ഒരു ട്രാവലാണ്. കാര്യം 7 hours ഡ്രൈവ്, ദെൻ ഒരു 12 hours ഫ്ലൈറ്റ്, ദെൻ ഒരു 8 hours റെസ്റ്റ്, ദെൻ അഗെയിൻ ബാക്ക് ടു സെയിം. ഞാൻ ഒരു 6 വർഷം ഈ അബ്രോഡ് ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ ഒരു ട്രാവൽ ആദ്യമായിട്ടാണ്. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ഒരു ട്രാവൽ ആദ്യമായിട്ടാണ്. സോ വേറെ വഴിയില്ല, അമ്മയും അച്ഛനെയും വിളിച്ചുകൊണ്ട് വരണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടും വേറെ ഓപ്ഷൻസ് നോക്കി. എയർപോർട്ട് അസിസ്റ്റൻസ് ഒക്കെ ചെയ്യാൻ നോക്കി, പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ എക്സ്പെൻസീവ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ തന്നെ ഫ്ലൈറ്റ് എടുത്ത് പോകുന്നതാണ് എനിക്ക് നോക്കിയപ്പം ചീപ്പായിട്ട് തോന്നിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഏറ്റവും ചീപ്പസ്റ്റ് എയർലൈൻസ് ആയ സ്കൂട്ടാണ് തിരഞ്ഞെടുത്തത്. നമുക്ക് ട്രിവാൻഡത്തേക്ക് അറൗണ്ട് സിഡ്നി ടു ട്രിവാൻഡ എനിക്കൊരു $300 വൺ വേ കിട്ടി. തിരിച്ചും അതുപോലെ എല്ലാവർക്കും അതേപോലെ പെർ ഹെഡ് $300, $320, ഫുഡ് ഉൾപ്പെടെ ഒരു $330 ആ റേഞ്ച് എനിക്ക് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലൈറ്റ് എടുത്തത്. സോ നേരെ നാട്ടിൽ പോവുകയാണ് അമ്മയച്ഛനെയും കൂട്ടാൻ വേണ്ടി. സോ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വിളിക്കാൻ വരുമെന്ന്. അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് വരണം എന്നുള്ളൊരു ഇതിൽ അവർ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സോ ഞാൻ വീട്ടിൽ പറയാതെയാണ് പോകുന്നത്. അപ്പം ഇത് എന്താ പറയുക, എല്ലാവർക്കും ഒരു ഹാപ്പി മൂഡാണ്. അതുമല്ല, ഈ പറയുന്ന പോലെ അമ്മുവും വലിയ ഹാപ്പിയാണ്. കാര്യം അമ്മുവിൻ്റെ കൂടെ കുറച്ച് ദിവസം അവളുടെ അച്ഛനും അച്ചാമ്മയും ഉണ്ടാവും എന്നുള്ളൊരു ഹാപ്പിനെസ് മൂഡും അവളും ഉണ്ട്. സോ അങ്ങനെ അവിടെ നിന്ന് സിംഗപ്പൂരിന് ഫ്ലൈറ്റ് എടുത്തു. സിഡ്നിയിൽ സിംഗപ്പൂരിലേക്ക് പോയി. അവിടെ നിന്ന് സിംഗപ്പൂരിന് ട്രിവാൻഡത്തേക്ക് ഫ്ലൈറ്റ്. സോ ഓൾമോസ്റ്റ് ട്രിവാൻഡ്രം എത്തി ആ സമയം കൊണ്ട്. ഇപ്പോൾ വെച്ചാൽ അത്രയും ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ഒരു 1 hour ഡിലേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ട്രിവാൻഡ്രം എത്തി. നമുക്കൊന്ന് ഉറങ്ങി എണീക്കുന്ന ഒരു ടൈമേ എനിക്ക് ആയിട്ടുള്ളൂ.
അങ്ങനെ ട്രിവാൻഡ്രം എത്തിയിട്ട് ഞാൻ സിംഗപ്പൂർ എത്തിയപ്പം തന്നെ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ ഞാൻ വരുന്നുണ്ട്, ഒരു 10:15 ആകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തേക്ക് വരാൻ. അങ്ങനെ ഒരു 10:15 എനിക്ക് ലഗേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ടയർഡാണ്. കാര്യം ഫ്ലൈറ്റിലെ ഫുഡ് എനിക്ക് അത്ര ഓക്കെ ആയില്ല. അതുമല്ല ട്രാവല്, ഉറക്കക്ഷീണം, അങ്ങനെ ഫുള്ള് ഡൗണാണ്. സോ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞത്, അപ്പോൾ അച്ഛൻ വന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ നേരെ വീട്ടിലെത്തിയായിരുന്നു. അവിടെ നിന്ന് അതേപോലെ ഞാൻ അങ്ങോട്ട് വന്ന അതേ സെയിം ഫ്ലൈറ്റിൽ തന്നെ തിരിച്ച് ഞങ്ങൾ യാത്രയായി. എയർപോർട്ടിൽ കറക്റ്റ് ടൈമിന് തന്നെ എത്തി. കാര്യം എന്താ പറയുക, അവരും പുറത്തോട്ട് ട്രാവൽ ചെയ്യുന്നൊരു എന്താ പറയുക, ഫുള്ള് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അമ്മ. ഒരു കാര്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അമ്മ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, മീൻസ് ഗേറ്റിൻ്റെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത് എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. അത് വേറൊന്നുമല്ല, അതൊരു വലിയൊരു സ്റ്റോറി തന്നെയായിരുന്നു. കാര്യം വലിയ ലഗേജൊന്നും ഞാൻ എടുത്തില്ല. ചീപ്പസ്റ്റ് എയർലൈൻസ് ആയതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക, ഒരു എക്സ്ട്രാ ലഗേജ് ഒന്ന് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. കാര്യം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഡേ മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ തിരിച്ചു പോരല്ലോ. അപ്പോൾ അതുകൊണ്ട് ലഗേജൊന്നും എനിക്ക് ആവശ്യമില്ലായിരുന്നു. ജസ്റ്റ് ഞാനൊരു ക്യാരി ബാഗ് മാത്രമേ കീപ്പ് ചെയ്തിരുന്നുള്ളൂ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തിന് ചെക്കിങ് കഴിഞ്ഞു. നേരെ സെയിം സിംഗപ്പൂർ കണക്ഷനുള്ള സിഡ്നി ഫ്ലൈറ്റായിരുന്നു, സ്കൂട്ടി തന്നെ ആയിരുന്നു. സോ ഞങ്ങൾ ട്രിവാൻഡ്രത്തിന് ഫ്ലൈറ്റ് എടുക്കാൻ കുറച്ച് ഡിലേ ആയി. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1 hour ഡിലേ ആയി. 1 hour ഡിലേ ആയതിന് ഞങ്ങൾക്ക് കുറച്ച് അഫക്റ്റ് ചെയ്യേണ്ടി വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ 1 hour സിംഗപ്പൂരിൽ നമുക്ക് 1.5 hour ഡിലേ ഉണ്ടായിരുന്നത്. അവിടെ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടില്ല. ഫ്ലൈറ്റിന് ഇറങ്ങി അടുത്ത ഫ്ലൈറ്റ് കയറുക, നമ്മൾ ഈ പറയുന്ന ബസ് മാറി കയറുക എന്നുള്ളൊരു പറയുന്നില്ലേ, അങ്ങനെ ഒരു ടൈമേ നമുക്ക് അവിടെ കിട്ടിയുള്ളൂ. അങ്ങനത്തെ ടൈം, കാര്യം അത്രയും നമ്മളിവിടെ നിന്ന് ചെക്ക് ഇൻ കഴിഞ്ഞു. ഓൾറെഡി ബോർഡിംഗ് പാസ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് നമ്മളെയും കൊണ്ട് അവർക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവർ വേറെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്ത് തരേണ്ടി വരും. ഇവിടെ നിന്ന് നോർമലി ഡിലേ ആയതുകൊണ്ട് നമുക്ക് അവിടെ ആ ഒരു ഡിലേ എന്താ പറയുക, നമുക്ക് ടൈം കിട്ടിയില്ല. പെട്ടെന്ന് മാറി കയറിയത് കൊണ്ട് നമുക്ക് വന്നൊരു നെഗറ്റീവ് ആണെന്ന്, ഞങ്ങൾ സിഡ്നി എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ പെട്ടി വന്നിട്ടില്ല. അതായത് ഞങ്ങൾ സിഡ്നി എത്തിയപ്പോൾ ഞങ്ങളുടെ പെട്ടി വന്നിട്ട് സിംഗപ്പൂർ എത്തിയിട്ടേ ഉള്ളൂ. അവിടെ നിന്ന് നമുക്ക് അവരെ പെട്ടി ബാഗേജ് ക്ലെയിം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ബാഗേജ് ക്ലെയിം ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഈ പറയുന്നത് പോലെ ഞാൻ എഗെയിൻ പാർക്കിങ്ങിൽ ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ ഷട്ടിൽ ബസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാർക്കിംഗ് ഏരിയയിലേക്ക്. അപ്പോൾ അത് ഓൾറെഡി ഈ പറയുന്നത് പോലെ ബുക്ക് ചെയ്തു. അത് വന്നു, അതിൽ കയറി ഞങ്ങൾ നേരെ പാർക്കിങ്ങിലെത്തി. അവിടെ നിന്ന് പാർക്കിംഗ് എത്തിയപ്പോൾ തന്നെ അറൗണ്ട് എനിക്ക് തോന്നുന്നു നൈറ്റ് ലേറ്റായാണ് എത്തിയത്. അറൗണ്ട് 7:30 ആ ടൈമായി. അവിടെ നിന്ന് സെയിം ഈ പറയുന്നത് പോലെ തന്നെ കാർ ഡ്രൈവ് ചെയ്ത് 7.5 hours ഡ്രൈവ് ചെയ്ത് അറൗണ്ട് 650-700 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്ത് ഞാൻ വീട്ടിൽ എത്തിയപ്പം തന്നെ. അറൗണ്ട് രാവിലെ 4 മണി 5 മണി ആ ഒരു ടൈം ആയായിരുന്നു. പിന്നെ ലഗേജ് ഇതേപോലെ എനിക്ക് ഇവിടുത്തെ ഡൊമസ്റ്റിക് എയർപോർട്ട്, അതായത് റൂറൽ എയർപോർട്ടിലാണ് നമുക്കിവിടെ മോറിയിലെ എയർപോർട്ടുണ്ട്. അവിടുത്തെ എയർപോർട്ടിലാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടുത്തെ എയർപോർട്ടിൽ പോയി എനിക്ക് പിറ്റേ ദിവസം ഈവനിങ് കളക്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്രാവലിൽ നമുക്ക് വന്ന ഒരു ഫുള്ള് ബുദ്ധിമുട്ടുകൾ. ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ അതായത് അമ്മയും അച്ഛനും നല്ലൊരു ടെൻഷനായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടി വന്നില്ല, അതേപോലെ അമ്മൂന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതൊന്നും മതിലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം തന്നെ എനിക്ക് പെട്ടി കിട്ടിയായിരുന്നു. അതേപോലെ എനിക്ക് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ചെറുതായിട്ട് കുറച്ച് ക്ലിപ്സുകൾ അവിടെ ആയിട്ട് എടുത്ത. കാര്യം ഇതൊരു മെമ്മറിയൽ മൂമെൻ്റ് ആണ്, അമ്മ ഫ്ലൈറ്റ് കയറി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെമ്മറിയൽ മൂമെൻറ്റ്സ് ആയതുകൊണ്ട് എനിക്ക് വലുതായിട്ടത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കാര്യം ട്രാവല്, എനിക്ക് ഉറക്കക്ഷീണം, ഫുള്ള് ഡൗൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിവേ നല്ലൊരു ഹാപ്പി മൂഡാണ് ഞങ്ങളിപ്പം. കാര്യം അമ്മയച്ഛനും ഞങ്ങളോട് ഇനി ഒരു 3 മാസം ഉണ്ടാവും ഇവിടെ ഓസ്ട്രേലിയയിൽ. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതേപോലെ വണ്ടി സിഡ്നിയിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് 1 മാസത്തേക്കൊക്കെ നാട്ടിൽ പ്ലാൻ ചെയ്ത് പോകുന്നവർക്ക് സിഡ്നി എയർപോർട്ടിൽ കാറ് പാർക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം സേഫാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പം ഞങ്ങൾ വീടെത്തി. അപ്പം നമുക്ക് അമ്മൂനെ കാണാം. അമ്മുമായിട്ട് ഇനി അവർ 3 മാസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.